ഇന്ന് നമ്മുടെ രാവിലത്തെ യാത്ര ഇവിടെ ബിൻതങ് മാർക്കറ്റ് എന്ന് പറയും. അടിപൊളിയാണ്. ബിൻഫാസ്റ്റിൻ്റെ ഇൻറ്റീരിയൽ സൂപ്പറാണ്. പുള്ളി പൂച്ചയുടെ മേലെ ഇത് ഇവിടുത്തെ പൂച്ച ഇവിടെ ഒരു ദൈവമാണ്. ഇൻറ്റീരിയൽ സൂപ്പറാണ്. രാവിലെ എന്നത്തെയും പോലെ ഒരു ഹായ് യെസ് ചുള്ളരെ. നമ്മളിവിടുത്തെ ഒരു ബിൻതങ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ്. ബിൻതങ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ടൗണിനെയാണ് തോന്നുന്നത്. പിന്നെ എല്ലാ രാജ്യത്തും ബിൻതങ് ഉണ്ട്. നമ്മൾ ഒരു ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പാക്കേജ് ടൂർ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ഇൻ്റർനാഷണൽ നമ്മൾ ഫാമിലിയോട് കൂടി ഒരു 5 ദിവസത്തെ യാത്ര. ഈ 5 ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തോടെ മകൻ്റെയും മകളുടെയും ഭാര്യയുടെയും എൻ്റെയും നമ്മുടെ എല്ലാ ഇഷ്ടങ്ങൾ, നമ്മളൊരു ആഹാരം സെലക്ട് ചെയ്തു, നമ്മളൊരു ഹോട്ടലിൽ കയറി ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഫുഡൊക്കെ അല്ലേ, അത് തീരുമാനിക്കുന്നു. ഒരു സ്ഥലം രാവിലെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നു, നമ്മൾ ഫാമിലിയോട് കൂടി നമ്മളത് രാത്രി ചർച്ച ചെയ്യുന്നു. അവിടെ പോകുന്നു, അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ, അത് മറ്റു കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു കൂട്ടായ്മ. 5 ദിവസത്തെ ഒരു സിങ്കുണ്ട് നമ്മൾ ഫാമിലി. ഇത് ഇതിന് അബ്രോഡ് തന്നെ പോകണമെന്നില്ല, വിദേശത്ത് തന്നെ പോകണമെന്നില്ല, ഇത് നാട്ടിലും നമുക്കാവാം. ആ മാർക്കറ്റ് ബിൻതങ് മാർക്കറ്റ് എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ബിൻതങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടൗണിനെ തന്നെ ആയിരിക്കും, ആ ബസാറിൻ്റെ ആ സ്ഥലത്തിനായിരിക്കും അതങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തും കിട്ടും, ചീപ്പ് പ്രൈസിൽ കിട്ടും. എന്തുൽപ്പന്നങ്ങളും നമുക്കിവിടെ കിട്ടും. എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങളാണ് ഇവിടുത്തെ മെയിൻ കച്ചവടക്കാർ. അത് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റാഫൊന്നുമല്ല, പെൺകുട്ടികൾ തന്നെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവർ നല്ല വൃത്തിക്കാണ് ഈ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊരു ഗംഭീര ഏരിയ. ഡ്രസ്സ്, മാല, കമ്മല്, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വിലകളൊക്കെ കേട്ട അതിശയിച്ചു പോകും. അങ്ങനെയാണ് ഇവിടുത്തെ വില. ഇങ്ങനെ ഇടറോഡുണ്ടാവും, സബ്രോഡ് ആദ്യം ഒന്ന് കോമഡ് മൊത്തം ചുറ്റി കണ്ടതിന് ശേഷം നമുക്ക് ഓരോരോ തൊപ്പി. വിയറ്റ്നാമിൻ്റെ ഒരു മെയിൻ വ്യവസായമാണ് ക്യാപ്പ്. ഇതൊരു 3 ഫ്ലോറിലായിട്ടാണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. കീ ടോക്കൺ, ടോയ്സ്. ഈ കീ ടോക്കണൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. പ്രത്യേകിച്ച് ഈ സാധനം ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രെൻഡിങ് സാധനമാണ്. ലബൂബു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ഉൽപ്പന്നങ്ങളാണ്. സ്കൂൾ ബാഗൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ. അത് റേറ്റ് കുറയുമ്പോൾ നിലവാരം കൂടുക, അതാണ് ഇതിലെ മെയിൻ. ഇതൊരു പർച്ചേസിങ്, അൽഫുമക്ക് ഒരു പർച്ചേസിങ്ങിൻ്റെ ആ ഒരു വ്യഗ്രത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അവളെ പിടിച്ചാൽ കിട്ടില്ല. ഇനി ഈ മാർക്കറ്റിൽ പൂന്ത് വിളയാടും. അവൾ സ്റ്റിക്കർ, കീ ടോക്കൺ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലബൂബിൻ്റെ ബാഗ്, കീ ടോക്കൺ, ബാഗിലിടുന്ന കീ ടോക്കൺ, പിന്നെ ഇതൊക്കെ വൺ ബ്രാൻഡ് സാധനങ്ങളാണ്. ഇതിൻ്റെ വില വെച്ചാണ് നമ്മളിത് ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയുക. ഇതിൻ്റെ നിലവാരം വെച്ച് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നോ റീറ്റെയിൽ കോൺ. ഇത് നിലവാരം വെച്ചൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതിൻ്റെ വില വെച്ച് മാത്രമേ നമുക്കിതൊരു സെക്കൻഡ് ഹാൻഡ്. ഹൗ മച്ച്? നോ, ഇവരിത് ഹോൾസെയിൽ കൊടുക്കുന്നതാണ്. അതായത് മറ്റ് കടക്കാരൊക്കെ വന്ന് ഇവിടുന്ന് എടുത്തു പോകുന്നതാണ്. അവരത് റീറ്റെയിൽ കൊടുക്കില്ല. അപ്പോൾ 5 പീസ് നോ അവർ ഒട്ടും സെയിൽ ചെയ്യില്ല. ഇവിടെ വേറെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഇവിടെ വന്നാണ് സാധനങ്ങൾ എടുത്തു പോകുന്നത്. ഹോൾസെയിൽ മാർക്കറ്റാണ്.
ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപാര ക്വാളിറ്റിയാണ്. അതായത് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കാൻ പറ്റാത്ത ബ്രാൻഡുകൾ. അത് ഈ ബ്രാൻഡ് ഫസ്റ്റ് കോപ്പിയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അത് വില കേൾക്കുമ്പോഴാണ് നമ്മൾ അറിയുക. ഒരു കാരണവശാൽ ഒരു കമ്പനിക്കാരന് വിൽക്കാൻ പറ്റാത്ത, ഇനി ഇവർക്ക് എങ്ങനെ കിട്ടിയാലും ആ റേറ്റിലൊന്നും വിൽക്കാൻ പറ്റില്ല, അത്ര ചീപ്പാണ്. ഇത് വാട്ടർ ബോട്ടിൽ, കുട്ടികളുടെയൊക്കെ ആ വാട്ടർ ബോട്ടിലിൻ്റെയൊക്കെ നിലവാരം കണ്ടോ? ഇതൊക്കെ സ്റ്റെയറിൻ്റെ ഒരു അടിഭാഗത്താണ് അവരിങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുക. ഇപ്പോൾ കീ ടോക്കൺ സംബന്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ പൊതുവേ ഒരു ഇൻ്റർനാഷണൽ ട്രെൻഡിങ്. ഈ ബാഗിലൊക്കെ കൊളുത്തിയിട്ട് ഈ BTSൻ്റെ കുട്ടി ഒരിക്കൽ എയർപോർട്ടിൽ പോയപ്പോഴത്തേക്കും ആ കുട്ടിയുടെ ബാഗിൽ ഒരു കീ ടോക്കൺ ഉണ്ടായിരുന്നു, ലബൂബുവിൻ്റെ. അതിനുശേഷം ലബൂബു ഭയങ്കരമായിട്ട് വിൽപ്പന നടക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ലബൂബ്. ആ ലബൂബിനെ കുറിച്ച് ഒരുപാട് ഇതുണ്ടല്ലോ. കേരളത്തൊക്കെ ലബൂബ് ഇട്ടതിന് ശേഷം വലിയ പ്രശ്നങ്ങളുണ്ടായത്, വീട്ടിൽ പ്രേതം വന്നു, അങ്ങനെയൊക്കെ ലബൂബിന് ഒരുപാട് കഥകളുണ്ട്. ഇതാണ് ഞാൻ വന്നത് സൈഡ് വഴിയാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് വരിക മാർക്കറ്റിൻ്റെ. ഇതാണ് ആ മാർക്കറ്റിൻ്റെ ഉൾവശം. ഒരു ഫൗണ്ടനൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്കൂൾ ബാഗുകളാണ്. സ്കൂൾ ബാഗ്, ഇതൊക്കെ നമുക്ക് സ്കൂളിൽ ഉപയോഗിക്കാൻ പറ്റിയ ബാഗുകളാണ്. ബാഗൊക്കെ വളരെ വില കുറവാണ്. ഞാൻ ഈ ബാർഗെയിനിങ്ങിലോട്ട് പോയിട്ടില്ല. ആദ്യം ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇത് ട്രോളിയാണ്. ട്രോളി വിത്ത് നമ്മുടെ ഒരു ഹാൻഡ് ബാഗ് കൂടെ ഉണ്ടാവും. ഈ രണ്ടും കൂടെ ചേർത്ത് നമ്മുടെ ഇന്ത്യൻ പൈസ 1800 രൂപയാണ്. ബാഗൊക്കെ ഭയങ്കര ചീപ്പാണ്. ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ടൂറിസ്റ്റ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവർ നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ സാധനങ്ങൾ വാങ്ങാറുണ്ട്. മെയിൻ ബാഗ്, മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഇത് നാട്ടുകാർക്കൂടെ ചേർത്തിട്ടുള്ള സുവനിയർ. വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പർച്ചേസ് ചെയ്യണമെന്നുള്ള ഐഡിയ അല്ല. ഇത് നോ റീറ്റെയിൽ. ഇത് ഷോപ്പാർ കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ റീറ്റെയിലില്ല. ലേഡീസ് ചെരുപ്പൊക്കെ പല വെറൈറ്റിയിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പറ്റിയത്, ഹീലുള്ളത്, ഹീലില്ലാത്തത്. റിലാക്സ് മൂഡിലാണ് കച്ചവടം. ഇതോ എല്ലാം റിലാക്സ് മൂഡിലാണ്. എല്ലാം പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ സ്റ്റാഫല്ല. ഈ കൗണ്ടറിൻ്റെ ഒക്കെ ഓണേഴ്സ് അവർ തന്നെയാണ്. വിയറ്റ്നാമിൻ്റെ പുരോഗതിക്ക് പെൺകുട്ടികൾ വഹിക്കുന്ന പങ്ക് നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും ഇതിനോടൊക്കെ തയ്യാറായിട്ടാണ്. നമ്മളെ അനുവാദം കുറവാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ബൺ മസാലയോ ബൺ മസ്ക് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങി. ഞാൻ റോഡിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഇതുപോലെ സാധാ പെൺകുട്ടികൾ, നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിൽ ഒതുങ്ങിപ്പോയ പെൺകുട്ടികൾ, അവർ വലിയ മുതൽ മുടക്കില്ലാതെ, അവരാരെ ഹെൽപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ചെറിയ മുതൽ മുടക്കിലുള്ള മുതൽ മുടക്ക് കൊണ്ട് അവർ ആ ബൺ മസ്ക് വിൽക്കാൻ വേണ്ടി റോഡിലോട്ട് ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പ്ലാറ്റ്ഫോം കിട്ടാത്തതുകൊണ്ടാണ്. അല്ലാതെ നമ്മുടെ പെൺകുട്ടികൾ കഴിവില്ലാത്തതുകൊണ്ടല്ല. നമ്മൾ വലിയ കൊട്ടാരങ്ങൾ കെട്ടി അതിനുള്ളിൽ അവരെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അവരെ നമ്മൾ രാജ്ഞിയാക്കി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. പക്ഷേ അത് രാജ്ഞിയല്ല, അത് അടിമയാണ്. ഇതെൻ്റെ കാഴ്ചപ്പാടാണ്.
ഇത് ഓരോരോ സബ് റോഡാണ് ഞാൻ കാണിക്കുന്നത്, ഓരോരോ സബ് റോഡാണ്. ഇത് ഓരോരോ ഇടവഴിയാണ്. നമ്മുടെ പെൺകുട്ടികളും ഇതുപോലെ നമ്മൾ വ്യവസായത്തിലൊക്കെ, നമ്മുടെ പെൺകുട്ടികളും സാഹചര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ അവരുടേതായ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശേഷിയുള്ളവർ തന്നെയാണ് നമ്മുടെ പെൺകുട്ടികൾ. പക്ഷേ സാഹചര്യങ്ങൾ നമ്മളവിടെ അത്ര ഓക്കെ അല്ല ഇപ്പോഴും. ഡെയിലി പേനയും പെൻസിലും അതൊക്കെ വിൽക്കുന്നതിനാണ്. ബഡ്സ്, പേന വാങ്ങണം, എന്തെങ്കിലും വേണം അതിൻ്റെ വാങ്ങണം. ഇത് ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ സ്ഥലമാണ്. ലൈറ്റ്, എല്ലാ സാധനവും കിട്ടും കേട്ടോ. മൊബൈൽ, സ്പെയർ എല്ലാം ഗംഭീര വില കുറവിൽ കിട്ടും. ഇത് തന്നെ കേട്ടോ, ഒരു 1,00,000, അതായത് നമ്മൾ 320 രൂപയാണ്. ആപ്പിളിൻ്റെ സാധനം വന്നിട്ട് എവിടെ ബാറ്ററി ചാർജ് ഇതാണ് സാധനം. 300 രൂപയാണ് അതിൻ്റെ ചാർജ്. വിൽക്കുന്നത് നമ്മളിവിടുത്തെ ചെക്കന്മാരല്ല, പെൺകുട്ടികളാണ്, ലേഡീസ്. മൊബൈലായാലും നമ്മൾ ഇതായാലും ആക്സസറീസ് ആയാലും ഇതായാലും എല്ലാം ലേഡീസാണ് ഇവിടുത്തെ മെയിൻ. വിയറ്റ്നാമിൻ്റെ നക്ഷത്രങ്ങളായി കാണുന്നതൊക്കെ അത് എല്ലാ സ്ഥലത്തും. വിയറ്റ്നാമിനെ പടുത്തുയർത്തിയിൽ ലേഡീസിൻ്റെ പങ്കെന്ന് പറയുന്ന ചെറുതെന്നല്ല, എല്ലാം ഇവിടുത്തെ നക്ഷത്രങ്ങളാണ്. 8 അല്ല, നമ്മുടെ ഒരു 8,000 രൂപ വരും ആപ്പിൾ. സ്റ്റീൽ പാത്രത്തിൻ്റെ കളർ. ഇതൊക്കെ നൂലിൽ ചെയ്തതാണ്. നൂല് സ്റ്റിച്ചിങ്ങാണ്. ഇത് കൊണ്ടുവന്ന് ഫ്രൈ ചെയ്ത് കുട്ടി പൈസകളാണ്, ചെറിയ പൈസകളാണ്. ഇത് വാങ്ങി വീട്ടിൽ വെച്ച അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. ക്ലോത്ത് സെക്ഷനാണ്. ഇതിങ്ങനെ പുറമാണ്, അതിനുള്ളിലിങ്ങനെ ഇടറോഡിലായിട്ട് ഷോപ്പുകൾ. ഇങ്ങനെ ഇടറോഡുണ്ടാവും, ഇങ്ങനെ നീളത്തിന് ഷോപ്പുണ്ടാവും. കുട്ടികളുടെ ഡ്രസ് ഏരിയ. നൈറ്റ് ഡ്രസ്, ടീഷർട്ട്. അവിടെ നേരെ പോ, ഇങ്ങോട്ട്. ഇവിടുന്ന് അടുത്ത സെക്ഷനാണത്.
ഇത് മെറ്റീരിയൽ ഏരിയയാണ്. ഒരു നഖത്തിൽ വയ്ക്കുന്ന സാധനം വാങ്ങി 40,000 റുപ്പീസാണ്. നമ്മളൊരു 130 രൂപ വരും. സ്പ്രേ ഒക്കെ ഭയങ്കര ചീപ്പാണ്, റേറ്റ് കുറവാണ്. ഇതൊക്കെ കുട്ടികളുടെ ടോയ്സ് ഏരിയ. ആപ്പിളിൻ്റെ ഇതൊരെണ്ണം വാങ്ങി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. നമ്മളൊരു സുഹൃത്ത് ഇപ്പോൾ കോൾ ചെയ്തു. അപ്പോൾ പുള്ളിക്ക് വേണമെന്ന്, തൊട്ടടുത്തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വന്ന്, ഇത് JBLൻ്റെ ഒരു ഹെഡ്ഫോണാണ്, ഒരു ആപ്പിളിൻ്റെ ഹെഡ്ഫോണ്. ഇത് പിടിച്ചോ, ഇത് പിടിച്ചോ, അല്പം ഇത് പിടിച്ചോ. ഇതിൽ ഇതൊരു കോഡ്ലെസ് ഒരെണ്ണം. പിന്നെ ഇത് മൾട്ടി ചാർജാണ് ആപ്പിളിൻ്റെ 2. നോ ഇതൊരു ആപ്പിളിൻ്റെ ഹെഡ്ഫോണ്. പിന്നെ നമ്മളൊരു സുഹൃത്ത് വിളിച്ചിരുന്നു ഇതേപോലെ JBL. അങ്ങനെ ഞാൻ വീണ്ടും വന്നതാണ്. ഇവിടെ റെക്കോർഡിങ് കഴിഞ്ഞ് പോയിട്ട് വീണ്ടും വന്നതാണ്. JBLൻ്റെ ഒരെണ്ണം, പിന്നെ ആപ്പിളിൻ്റെ ഒരെണ്ണം. ഇനി സോണി ഇയർബഡ്, ന്യൂ ടൈപ്പ് ഇയർബഡ്. ആ ഇയർബഡ് എടുത്താണ്. ഇയർബഡ് 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 ഇതെല്ലാം കൂടെ 1 മില്യൺ, ഒരു 15,50,000 രൂപയാണ്. അതായത് ഏകദേശം നമ്മളൊരു 5,000-6,000 രൂപ വരും ഇത്രയും സാധനങ്ങൾ. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് പൊട്ടിച്ച് നോക്കിയിട്ട് പറയാം. ഇത് നമ്മുടെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമതൊന്ന് വാങ്ങിയതാണ്. ഒരു 15,50,000 രൂപയ്ക്ക് സാധനമൊക്കെ എടുത്തോ. സൂപ്പറാണ്, നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അത് തുടമ്പുഴൊക്കെ അതിൻ്റെ അത്ര ഫിനിഷിങ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഹാൻഡ്മെയ്ഡ് നമ്മൾ ഇതൊക്കെ വാങ്ങിയത് ചെറിയ ഇത്
മോളുടെ ഒരു ഗിഫ്റ്റാണ് വാങ്ങിയത്. ഇത് നമ്മുടെ 50,000 രൂപ വില ആവുന്നുണ്ട് ഒരെണ്ണം. പിന്നെ നമ്മുടെ പുതിയ ഹനോയിലേക്കിട്ടുള്ള വോൾ ഫ്രെയിംസ് അത് ഞാൻ ഒരുപാട് വാങ്ങിയിട്ട് പോണ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങി സൂനിയർ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം, കൊടുത്ത പൈസയുടെ എത്രയോ മടങ്ങ് ക്വാളിറ്റി. മോൾക്ക് നേരത്തെ അവൾക്ക് സോണിയുടെ ഒരു ഈ ടൈപ്പ് ഹെഡ്സെറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. ആ ഹെഡ്സെറ്റ് ഞാൻ മൈജിയിൽ നിന്ന് വാങ്ങിയതാണ്. 14,000 രൂപയാണ് അന്ന് എനിക്ക് മൈജിയിൽ അതിനു വേണ്ടി ആയത്. അവൾ പറയുന്നത് ഇത് ഭയങ്കര സൗണ്ട് ക്വാളിറ്റി എന്ന് പറയണ്ട, നല്ല സൗണ്ട് ക്വാളിറ്റി, അതിനേക്കാൾ സൂപ്പറാണെന്ന് പറയണത്. ഇത് വന്ന് നമ്മുടെ ഒരു 4 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞത്. 4 ലക്ഷം, അതായത് ഒരു 1,200 രൂപയാണ് ഈ ഹെഡ്സെറ്റിന് റേറ്റ് ആവുന്നത് ഇവിടെ. പൈസ, സൂപ്പർ പൈസ.